അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമാണ് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി കാണുന്നത്. ആ വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിഷ്കളങ്കമായ ആരാധനയുണ്ടാകണം. അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്ന ഇബാദത്തുകൾ ഉണ്ടാകണം. നമ്മൾക്കറിയാം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും എല്ലാം ഇഖ്ലാസിൻ്റെ അധ്യായത്തിലും ഇമാം നവവി റിയാദുസ് സ്വാലിഹീൻ്റെ ആമുഖത്തിലും കൊടുത്ത ആ 3 ഗുഹയിൽ അകപ്പെട്ട മുൻഗാമികളുടെ സംഭവം. അവർ ഗുഹയിൽ അകപ്പെടുന്നു, പാറ വന്ന് ഗുഹ അടഞ്ഞു കളയുന്നു. അവർ പരസ്പരം പരിശ്രമിച്ചിട്ട് പാറ നീങ്ങാതിരിക്കുന്നു. അങ്ങനെ മൂവരും പറയുന്ന വാചകം, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സ്വഖ്റ, ഈ പാറയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഇല്ലാ അൻ തദുല്ലാഹ ബിസ്വാലിഹി അഅമാലിക്കും, നമ്മൾ മുമ്പ് ചെയ്ത നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇതല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ രക്ഷാമാർഗങ്ങളില്ല. അങ്ങനെ ആ മൂവരുടെയും പ്രാർത്ഥനകളും അവരെടുത്തു കൊടുക്കുന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾക്കറിയാം. ആ ഓരോ സംഭവങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്. ആ വാചകം ഇന്നോളമുള്ള നമ്മുടെ ഏത് കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ സാധ്യമാകുമെന്നാണ് ആലോചിക്കേണ്ടത്. അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിആഹ വജ്ഹിക്, അല്ലാഹുവേ, ഞാൻ ആ കാര്യം ചെയ്തത് നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, ഇൻ കുൻതു, ഞാൻ ആണെങ്കിൽ, നിനക്കത് ബോധ്യമുണ്ടെങ്കിൽ, 100% എൻ്റെ ഉള്ളിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കുമ്പോൾ നിൻ്റെ സ്വർഗമല്ലാതെ, നിൻ്റെ പ്രീതിയല്ലാതെ, നിൻ്റെ പ്രതിഫലമല്ലാതെ, നിന്നിൽ നിന്നുള്ള നല്ല വാക്കല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് അള്ളാഹുവെ നിനക്ക് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുത്തണേ എന്നാണ് അവരൊക്കെയും പ്രാർത്ഥിച്ചത്. ആ ഇഖ്ലാസിൻ്റെ കാരണം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുന്നത്. നാം നമ്മോട് 1000 ആവർത്തി ചോദിക്കേണ്ട ചോദ്യം, നാം ഇന്നോളം ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുടെ എല്ലാം മുമ്പ് ഇത്തരം ഒരു ഇഖ്ലാസ് നമ്മൾക്കുണ്ടായിരുന്നു? ഗൗരവത്തിൽ ആലോചിക്കുക. ഒരുപാട് അധ്വാനിച്ചു, രാവിനെ പകലാക്കി ഇബാദത്തുകൾ നിർവഹിച്ചു, കഠിനമായ ചൂടിലും നമ്മൾ നോമ്പനുഷ്ഠിച്ചു, മണിക്കൂറുകളും വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും പണം ചെലവാക്കി നമ്മൾ സംഘടനാ ദേവാ രംഗത്തൊക്കെ സജീവമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടോ? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ? 99.9% നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും ബാക്കി 0.1% മറ്റൊരാളെ നല്ല വാക്കും നമ്മൾ ആഗ്രഹിച്ചാൽ ആ 0.1% കൊണ്ട് ബാക്കിയെല്ലാം നഷ്ടമാകുമെന്ന പൂർണ്ണമായ ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാകണം. നമ്മളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഈ മരണപ്പെട്ട മനുഷ്യരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എത്ര പെട്ടെന്നാണ് മറന്നു പോകുന്നത്. ആ യാഥാർത്ഥ്യം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കൂടെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ നെട്ടോട്ടങ്ങളെയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ആ റബ്ബ് അറിയുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി, ആ ഇഹ്സാനിൻ്റെ പ്രഭയോടുകൂടി, ആരറിഞ്ഞിട്ടില്ലെങ്കിലും ആര് കണ്ടിട്ടില്ലെങ്കിലും ആരത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും ഒരാൾക്കതറിയാം, എൻ്റെ വേദനകൾ അറിയാം, ഞാൻ എടുക്കുന്ന ത്യാഗങ്ങൾ അറിയാം, എൻ്റെ എഫേർട്ടുകൾ അറിയാം, എൻ്റെ പ്രയാസങ്ങൾ അറിയാം, എൻ്റെ ദുരിതങ്ങൾ അറിയാം, ഈ കഷ്ടതകൾക്കിടയിലും ഞാൻ അനുഭവിക്കുന്ന, ഞാൻ എടുക്കുന്ന ഈ ഇബാദത്തുകളുടെ കാഠിന്യവും ഇതിൻ്റെ വലിപ്പവും തീവ്രതയും എല്ലാം എൻ്റെ റബ്ബിനറിയാം, എനിക്കത് മതി എന്ന് പറയാൻ ഹസ്ബി അല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ സാധ്യമായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന പൂർണ്ണമായ ബോധ്യം നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ നമ്മിലുണ്ടോ എന്ന് അതീവ ഗൗരവത്തോടു കൂടി പരിശോധിക്കുക. ഇല്ല എങ്കിൽ പരാജിതരായി പോകും. അത്തരമൊരവസ്ഥ കൈവരാതിരിക്കാൻ ആത്മാർത്ഥമായ സൂക്ഷ്മത പുലർത്തുക, നിയ്യത്ത് നന്നാക്കുക. ആ കർമ്മങ്ങൾക്ക് ശേഷവും ഒരാളും ഇതറിയില്ല എന്ന പിടിവാശിയോടുകൂടി ഇഖ്ലാസ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.